നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ. അത് മാത്രമല്ല, ഇത് റെയിൻബോ ഇൻ അവർ മെമ്മറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി സ്കൂൾ ഡ്രാമ നമ്മളെ ചാനലിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. അതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇന്നലത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗമായിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ ഹാനിനോട് പറയും, നമ്മൾ രണ്ടാളും ഫ്രണ്ട്സ് അല്ലേ, അതുകൊണ്ട് ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് പ്രതീക്ഷിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ഹാൻ ആണെങ്കിൽ പറയും, ബിസിനസ്സിൽ ഫ്രണ്ട്സ് ഇല്ല, ഒന്നിക്കൽ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ എനിമീസ് എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ സിങ് ആണെങ്കിൽ പറയും, ഓ അങ്ങനെയാണോ, എന്നാൽ പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫീൽഡിൽ നമ്മൾ രണ്ടാളും എനിമീസ് ആയിരിക്കും എന്ന് പറയേ. അതേ ടൈമും ഈ ഒരു ഹാൻ ആണെങ്കിൽ ഡീമോട്ടിവേഷന്റെ അങ്ങേയറ്റം എന്ന് പറയില്ലേ, അങ്ങേയറ്റായിരിക്കും നമ്മളെ പെണ്ണിനെ ഏതെല്ലാം വഴിയിൽ തളർത്താൻ പറ്റുമോ ആ ഒരു വഴിയിലൊക്കെ ഇവൻ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവേ. അവസാനം സഹി കേട്ടിട്ട് നമ്മളെ സിങ് ആണെങ്കിൽ അവിടുന്ന് ദേഷ്യം പിടിച്ചിട്ട് പുറത്തേക്ക് വരും. എത്തുമ്പോൾ സു ആണെങ്കിൽ പറയും, ഇടി അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലേ, നമുക്ക് ബുദ്ധിയുണ്ട്, പക്ഷേ അവൻ പറഞ്ഞ പല സംഭവങ്ങളും നമുക്കില്ല, നമുക്ക് അവൻ്റെ കൂടെ ചേർന്നാലോ എന്ന് ചോദിക്കേ. നമ്മളെ സിങ് ആണെങ്കിൽ പറയും, എടാ മണ്ട, ഞാൻ നിന്റെ കൂടെ ഒരു പാർട്ട്ണർ ആയാലും ഇപ്പം ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. നീ ഒരു കാര്യം ആലോചിച്ച അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒരു കോൺഫിഡൻസിലെ അത് തകർക്കുക എന്നാ. നമ്മൾ നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ അത് അവനും ഒരു അടിയാണ്, അതുകൊണ്ട് മാത്രം അവൻ അങ്ങനെ പറഞ്ഞത്, അല്ലാണ്ട് നിന്റെ നല്ലതിന് വേണ്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിക്കുമ്പോൾ നമ്മളെ സൂവിൻ്റെ മൈൻഡിൽ ആ ഒരു കാര്യം കത്തുന്നുണ്ടാവും. എന്നിട്ട് സൂ ആണെങ്കിൽ പറയും, ഇനി എന്ത് വന്നാലും നമ്മൾ രണ്ടാളും ഒപ്പരായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളും പരസ്പരം മോട്ടിവേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതിനുള്ള വൈശല്യം എങ്ങനെയാവുമ്പോൾ കണ്ടുപിടിക്കുക. അങ്ങനെ നമ്മൾ കാണുന്നത് ടൂവിന്റെ ലൈവ് ആയിരിക്കും. അവളെ ലൈവിൽ ലീ എന്ന് പറഞ്ഞ ഒരു ചെക്കനാണെങ്കിൽ ഇതുപോലത്തെ കാർണിവൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടാവും. ഇവരെ ലൈവിൽ ഇങ്ങനത്തെ എന്തെല്ലോ പരിപാടി ഉണ്ട്, അതിന്റെ എന്നാ സംഭവം ഒന്നും ഡീപ്പായിട്ട് എനിക്കറിയില്ലേ. എന്നിട്ട് ആ ഒരു ലീ ആണെങ്കിൽ ഇവളോട് പാട്ട് പാടാൻ പറയും. നമ്മളെ പെണ്ണിനാണെങ്കിൽ ഈ ഒരു ലീനെ ഇഷ്ടമല്ലേ, അവനാണെങ്കിൽ എപ്പോൾ ലൈവിൽ വന്നിട്ട് ഇതുപോലത്തെ ഓരോ കുരുട്ടുത്തരങ്ങളായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഈ ലീ ആരാന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? ബി വിത്ത് യു ഡ്രാമ കണ്ടവർക്ക് അറിയാം, ഈ ഒരു ബി വിത്ത് യു ഡ്രാമയിലെ തന്നെയുള്ള ആളാണ് നമ്മളെ ലീയും. മീൻസ് ആ ഡ്രാമ ആരെങ്കിലും കണ്ടിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒരിക്കൽ കമന്റ് ചെയ്യണേ. അങ്ങനെ ഈ ഒരു ലൈവിൽ അവൻ പാട്ട് പാടാൻ പറഞ്ഞത് കൊണ്ട് തന്നെ ടു ആണെങ്കിലും പാട്ട് പാടുന്നുണ്ടാവേ. അവളെ പാട്ട് കേട്ടിട്ട് ഡിഹുവും നമ്മളെ പെണ്ണും ഞെട്ടുന്നുണ്ടാവുമായിരിക്കും. പെണ്ണാണെങ്കിൽ ഡിഹുവിനോട് പറയും, പൂച്ചേ നീ പേടിക്കണ്ട, അവൾ അങ്ങനെ തന്നെയാണ്, അടങ്ങി ഒതുങ്ങിയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഇരുന്നോന്ന് പറയേ. പക്ഷെങ്കിൽ ഇവളെ പാട്ടിലത്തെ ഏതോ ഒരു വരി കേട്ടിട്ട് നമ്മളെ സിങ്ങിനാണെങ്കിൽ എന്തോ ഒരു ഐഡിയ കത്തുന്നുണ്ടാവും അവളെ വർക്കിന് വേണ്ടിയിട്ടുള്ള. ഐഡിയ ഏത് ഐഡിയ എന്നൊന്നും ഇപ്പൊ കാണിക്കുന്നില്ല. ഈ ടൈം നമ്മളെ കണ്ണടി ആണെങ്കിൽ ഒരു സ്ഥലത്ത് കാറ് വെക്കേണ്ടിട്ട് കഷ്ടപ്പെട്ടിട്ട് പാർക്ക് ചെയ്യാൻ നിൽക്കുന്ന ടൈം ആയിരിക്കും. ഒരു കൂസലും ഇല്ലാണ്ട് ആ സ്ഥലത്തേക്ക് നമ്മളെ ലീ ആണെങ്കിൽ കാറ് കയറ്റുന്നുണ്ടാവുക. എന്നിട്ട് ഒരു മൈൻഡും ഇല്ലാണ്ട് നമ്മളെ കണ്ണടനെ നോക്കിയിട്ട് ഒരു ചിരിയും കൊടുത്തിട്ട് അവൾ അവിടുന്ന് പോകുന്നുണ്ടാവേ. അങ്ങനെ അവൾ നടന്നു പോകുന്ന ടൈം ഒരു കുരുട്ട് ചെക്കനാണെങ്കിൽ അവളെ അടിച്ചിടുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ ആ ചെക്കനെ പിടിച്ചു വെച്ചിട്ടാണെങ്കിൽ പറയും, മോനെ നീ ഇപ്പൊ എന്നെ അടിച്ചിട്ടില്ലേ, അതിനൊരു ചെറിയൊരു സോറി പറയണ്ടേ, അതല്ലേ അതിന്റെ മാന്യത എന്ന് പറയുമ്പോൾ ആ കുരുട്ട് ചെക്കൻ്റെ അമ്മ വന്നിട്ട് നമ്മളെ ലീ എന്തോ ചെയ്ത രീതിയിൽ അവളെ ചീത്ത പറയുന്നുണ്ടാവേ. എന്നിട്ട് രണ്ടാളും അവിടുന്ന് തച്ച് മേടിക്കുന്നുണ്ടാവും. പിന്നെ നമ്മളെ ലീക്ക് മനസ്സിലായി ഈ പെണ്ണുങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലാകുമ്പോൾ അവളാണെങ്കിൽ അവളെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ആ ഒരു ബാഗിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ടാവേ. അതേ ടൈം ഇവളെ ഫോളോ ചെയ്തിട്ട് എന്നാന്ന് അറിയില്ല കണ്ണട വന്നിട്ട് അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് അവനാണെങ്കിൽ ഒരു കാർഡ് എടുത്തിട്ട് ഇത് നിങ്ങളതാണോ എന്ന് ചോദിക്കുമ്പോൾ ലീ ആണെങ്കിൽ പറയും, ഹാ എന്റേതാന്ന്, പിന്നെ അല്ലാണ്ട് എൻ്റെ ബാഗിൽ നിന്ന് വേറെ ആരെങ്കിലും സാധനം പോകുക, മണ്ടത്തരം പറയാണ്ട് പോയാട്ടി അടുന്ന് പറഞ്ഞിട്ട് ലീയും ദേഷ്യം പിടിച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവേ. അവൾ എത്ര ദേഷ്യം പിടിച്ചാലും കണ്ണടയുടെ മുഖത്തൊരു പ്രണയം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെങ്കിൽ ഇവൻ അറിയില്ലല്ലോ ഈ ഒരു ലീ നമ്മളെ സിങ്ങിന്റെ റൂംമേറ്റ് ആണെന്ന്. ഇവരെ ഓഫീസിന്റെ ഉള്ളിൽ ഇപ്പൊ പൈസയൊന്നും കിട്ടാണ്ട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മളെ സിങ്ങും സൂം നിൽക്കുന്നുണ്ടാവുക. സൂ ആണെങ്കിൽ അവന്റെ ആവലാതികളൊക്കെ നമ്മളെ പെണ്ണിനോട് പറയുമ്പോൾ അവളാണെങ്കിൽ പറയും, ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ മുന്നിലുണ്ടാവും, എപ്പോൾ അത് സക്സസിലേക്ക് തന്നെ പോകണമെന്നില്ല, ആ പ്രശ്നങ്ങളൊക്കെ മറികടന്നിട്ട് നമ്മൾ സക്സസിലേക്ക് പോകുന്നുള്ള ഒരു കോൺഫിഡൻസ് മാത്രമാണ് നമുക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോട്ടിവേഷനിലായിരിക്കും നമ്മൾ പെണ്ണുണ്ടാവുക. അതേ ടൈം ആരോ ഒരാൾ ബെല്ലടിക്കുന്ന കേട്ടിട്ട് പുറത്തു പോയി നോക്കുമ്പോൾ ആരായിരിക്കും? നമ്മളെ ലീയും രണ്ട് പെമ്പിളറുമായിരിക്കും. അവരെ കാണുമ്പോൾ തന്നെ നമ്മളെ സൂന്റെ മനസ്സിൽ മോനെ മനസ്സിലൊരു ലെട്ട് പൊട്ടി എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. അവരാണെങ്കിൽ ലീനെ കണ്ടവടെ ക്രഷ് അടിക്കുന്നുണ്ടാവേ. എന്നിട്ട് അവരാണെങ്കിൽ അകത്ത് വന്നത് നമ്മളെ പെണ്ണിന്റെ ആ ഒരു പുതിയ ഓഫീസിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കൊണ്ടായിരിക്കും. നമ്മളെ പെണ്ണും ഭയങ്കര ഹാപ്പി ആയിരിക്കും. ആണെങ്കിൽ പറയും, എനിക്ക് നിങ്ങളെ എല്ലാവരും ഗിഫ്റ്റും ഒരുപാട് ഇഷ്ടപ്പെട്ടിന്, എന്നാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും തിന്നാന്ന് പറയേ. ഇവരാണെങ്കിൽ ഇങ്ങനെ ബാർബിക്യൂ പാർട്ടിയിലെ അതുപോലെ ആയിരിക്കും നടത്തുന്നുണ്ടാവുക. നമ്മൾ സൂന് ഞാൻ പറഞ്ഞിട്ടില്ലേ ലീനോട് ഒരു ക്രഷ് തോന്നിയിരുന്നു, അതുകൊണ്ട് അവനാണെങ്കിൽ അവളെ
അവളെ മാക്സിമം ഫ്ലേർട്ട് ചെയ്യുന്നുണ്ടാവും ഇവർക്ക്. എന്നാലായിരിക്കും അവൻ മനസ്സിലാക്കുന്നുണ്ടാവുക അവന്റെ ചേച്ചിയായിരിക്കും ഇവള്. അതായത് നമ്മളെ ലീനെയും കാട്ടി 4 വയസ്സ് കുറവായിരിക്കും സൂന്. ആ ഒരു കാര്യം നമ്മളെ ലീ പറയുമ്പോൾ നമ്മൾ സൂ ആണെങ്കിൽ പറയും വയസ്സൊന്നും ഒരു വിഷയമല്ല, വയസ്സ് ഓരോരുത്തർ ഉണ്ടാക്കുന്നതല്ലേ, ഞാൻ അത്ര വലിയ ചെറുതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ തന്നെ ഒന്ന് കംഫർട്ട് ആക്കുന്നുണ്ടാവേ. അവളാണെങ്കിൽ നമ്മളെ പെണ്ണിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇരിക്കും. അതേ ടൈം സിങ് ആണെങ്കിൽ അവൾക്ക് പൈസ കിട്ടാത്ത കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെടുന്ന ടൈം നമ്മളെ ലീ ആണെങ്കിൽ പറയും നീ വറി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, എൻ്റെ കൈമിൽ കുറച്ച് ആൾക്കാരുണ്ട്, ഞാൻ അവരെ നിന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറയും. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ഫുഡൊക്കെ കഴിക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. പക്ഷെങ്കിൽ ഇപ്പോൾ നമ്മളെ സൂന് ലീൻ്റെ മേലുള്ള ഒരു കണ്ണ് വിട്ടിട്ടുണ്ടാവില്ല. നമ്മൾ കാണുന്നത് ലൂ ലിൻജനെ ആയിരിക്കും. നമുക്ക് ഇനി മുതൽ ഇവനെ ലിൻജ എന്ന് വിളിക്കാം. ലിൻജ ഗെയിം കളിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈം ഹാൻ ആണെങ്കിൽ വന്നിട്ട് എടാ കാർ കയറുന്നു പറയുക. പക്ഷെങ്കിൽ ലിൻജ ഗെയിമിൽ കോൺസെൻട്രേറ്റഡ് ആയതുകൊണ്ട് തന്നെ ആദ്യം കയറുന്നുണ്ടാവില്ല. പക്ഷെങ്കിൽ നമ്മളെ ഹാന് കാർ എടുക്കുമ്പോൾ അവൻ തനിയെ വന്നിട്ട് കയറുകയെ. അങ്ങനെ അവനാണെങ്കിൽ ഇവന്റെ അതായത് ലിൻജയുടെ അമ്മേനെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതായിരിക്കും. എന്നാലായിരിക്കും നമുക്ക് മനസ്സിലാകുക ഇവർ രണ്ടാളും കസിൻസ് ആയിരിക്കും. അപ്പൊ ലിൻജന്റെ അമ്മയാണെങ്കിൽ ഹാനിനോട് ഈ ഒരു ലിൻജനെ ബ്ലൈൻഡ് ഡേറ്റിന് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു കാര്യം ഹാന് പറയുമ്പോൾ നമ്മളെ ലിൻജ ആണെങ്കിൽ പറയും എടാ ഞാൻ ആകെ ഗ്രാജുവേറ്റ് ആയിട്ടേ ഉള്ളൂ, അത് മാത്രമല്ല അമ്മേനെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പാടാണ്, എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നോക്കും, എനിക്ക് മെച്ചൂരിറ്റി വരെ വന്നിട്ടില്ല, പിന്നെ എങ്ങനെ ഞാൻ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോകുമെന്ന് ചോദിക്കുന്നവരോ നമ്മളെ ഹാൻ ആണെങ്കിൽ പറയും നിന്റെ അമ്മ എന്നോട് പറഞ്ഞ ഉത്തരവാദിത്തം എനിക്ക് ചെയ്തേ പറ്റുള്ളൂ, പിന്നെ നീ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നീ എന്നോട് പറഞ്ഞ ആ ഒരു റണ്ണിങ് ബാറിലെ അതിന് ഇൻവെസ്റ്റ്മെന്റ് ഞാൻ തരൂന്ന് പറയുകയെ. അത് കേൾക്കുമ്പോൾ തന്നെ ലിൻജക്കാണെങ്കിൽ സന്തോഷമാകും. ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോയാൽ എന്താ അവൻ ആഗ്രഹിച്ച സംഭവം കിട്ടുമല്ലോ, അതിന്റെ ഒരു സന്തോഷത്തിൽ അവൻ തുള്ളിച്ചാടുന്നുണ്ടോ. ഇതേ ടൈം നമ്മളെ ടൂവും ക്യൂസിയും ഒരു ഹോട്ടലിലേക്ക് കയറി പോകുന്നുണ്ട്. അവർ ടൂ ആണെങ്കിൽ പറയും ക്യൂസി എനിക്ക് തോന്നുന്നത് നിന്റെ അമ്മ ഏർപ്പാടാക്കിയ ബ്ലൈൻഡ് ഡേറ്റ് ഭയങ്കര റിച്ച് ഫാമിലി ആയിട്ടാണെന്നാ, ഇതുപോലത്തെ ഒരു ഹോട്ടലിലൊക്കെ വിളിക്കണമെങ്കിൽ അവർ ഉറപ്പായിട്ട് റിച്ച് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരകത്തേക്ക് പോകുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുക ഈ ഒരു ലിൻജയെ ബ്ലൈൻഡ് ഡേറ്റ് ചെയ്യാൻ നിൽക്കുന്നത് നമ്മളെ ക്യൂസിനെ ആയിരിക്കും. ലിൻജന്റെ കൂടെ തന്നെ നമ്മളെ ഹാനും ഉണ്ടായിരിക്കും. ഇവർക്കായിരിക്കും ഹാനിനെ അറിയില്ലല്ലോ. അപ്പൊ ഈ ഒരു ലിൻജ ആണെങ്കിൽ വലിയ താല്പര്യമൊന്നും ഇല്ലാണ്ടായിരിക്കും വർത്താനം പറയുന്നുണ്ടാവും. പക്ഷേ ആ ഒരു ബാറിന്റെ കാര്യം ആലോചിക്കുമ്പോൾ അവൻ കുറച്ച് ഇൻട്രസ്റ്റിൽ ടോക്ക് ചെയ്യുകയെ. എന്നാലായിരിക്കും അവൻ നമ്മളെ ടൂനെ തന്നെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടാവുക. എന്നാലായിരിക്കും അവൻ കാണുന്ന ലൈവിലത്തെ ആ പെണ്ണാണ് ഇവള് എന്നുള്ള കാര്യം അവന് മനസ്സിലാവുകയെ. എന്നിട്ട് അവനാണെങ്കിൽ നീ സ്മാർട്ട് ലെമണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ ചോദിക്കും ഓ നീ എന്റെ ലൈവ് കാണലുണ്ടല്ലേ എന്ന് ചോദിച്ചിട്ട് അവർ ഓരോ കാര്യങ്ങൾ സംസാരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ക്യൂസി പറയുന്നുണ്ട് നമ്മളൊരു ഫ്രണ്ട് ആണെങ്കിൽ ഇങ്ങനെ ട്രാഫിക്കിൽ പെട്ടുപോയിട്ടാളത്, അവളും കൂടി ഇങ്ങോട്ടേക്ക് വരുമെന്ന്. അവരാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന ടൈം ഹാനിന് ഒരു ഫോൺ വന്നിട്ട് ഹാൻ ആണെങ്കിൽ പുറത്തേക്ക് പോകും. ഇങ്ങനെ ചെക്കൻ പുറത്തേക്ക് പോയ പാട് ടൂ ആണെങ്കിൽ ഈ ഒരു ലിൻജനോട് അവന്റെ ആ ഒരു ലൈവിലത്തെ ID ചോദിക്കുന്നുണ്ട്. അവൻ കൊന്നിട്ടും പറയുന്നുണ്ടാവില്ല. കാരണം ആ ഒരു ലൈവ് സ്ട്രീമിങ്ങിൽ എപ്പോഴും ഇവനാണെങ്കിൽ അവളെ ബുള്ളി ചെയ്യലുണ്ട്. ബുള്ളിങ് മാത്രമല്ല ഇവക്ക് ഇഷ്ടമല്ലാത്ത പാട്ട് പാട് എന്ന് പറഞ്ഞിട്ട് ഡിസ്റ്റർബും ചെയ്യലുണ്ട്. ലൈവിൽ പറയുന്നത് കൊണ്ട് തന്നെ ഇവക്ക് എതിർത്തിട്ട് ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇവക്കാണെങ്കിൽ ഈ ഒരു ID ഉള്ള ആളെ കണ്ടെടുത്താൽ കണ്ടൂടെ, അതുകൊണ്ടായിരിക്കും അത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും ഇവനാണെങ്കിൽ ഇവന്റെ പേര് പറയേണ്ടി നിൽക്കുന്നുണ്ടാവുക. എന്നിട്ട് നമ്മളെ ടൂ ആണെങ്കിൽ പറയും നിനക്ക് ഏതെങ്കിലും പാട്ട് റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പാടിത്തരാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫാനിനോട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടാവേ. അതേ ടൈം ആയിരിക്കും അവളാണെങ്കിൽ ഇവന്റെ പേര് ആലോചിക്കുന്നുണ്ടാവുക. നിന്റെ പേര് മിസ്റ്റർ ലൂ എന്നല്ലേ ലൈവിലെ? എവിടെ കള്ളപ്പന്നി, ആ ലൈവിൽ എപ്പം എന്നെ ബുള്ളി ചെയ്യുന്നവനല്ലേ നീ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടും കൂടിയിട്ട് അവിടുന്ന് മരിക്കുന്നുണ്ടാവേ നമ്മളെ മിസ്റ്റർ ലൂ. അതായത് നമ്മളെ ലിൻജ ആണെങ്കിൽ ആ ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും. ആക്സെപ്റ്റ് ചെയ്യാണ്ട് വേറൊരു വഴിയില്ലല്ലോ. ക്യൂസി ആണെങ്കിൽ എങ്ങനെയല്ലോ പറഞ്ഞിട്ടായിരിക്കും അവരെ രണ്ടാളെയും സമാധാനപ്പെടുത്തിയിട്ട് ഇരിപ്പിക്കുന്നുണ്ടാവുക. അങ്ങനെ പുറത്ത് ഫോൺ വിളിക്കാൻ പോയ ഹാൻ ആണെങ്കിൽ സിങ്ങിനെ കൊണ്ട് തന്നെ കണ്ണടേനോട് എന്തെല്ലോ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും നമ്മുടെ സിങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. സിങ്ങും ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കും എന്തിനാ ഭഗവാൻ ഈ ഒരു കഴുതനെ ഞാൻ എപ്പോഴും കാണുന്നതെന്ന് വിചാരിച്ചിട്ട് അവനോട് ചിരിച്ചോണ്ട് നീ എന്താ വിടാന്നൊക്കെ ചോദിച്ചിട്ട് സംസാരിക്കുന്നുണ്ടാവേ. അവനാണെങ്കിൽ അവളോട് നീ എന്താ വിടാന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ പറയും എനിക്കൊരു സ്വീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററെ കിട്ടിയിട്ടുണ്ട്, അയാളെ ഒന്ന് മീറ്റ് ചെയ്യേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞിട്ട് ഇവനോട് വലിയ ഷൈനിൽ ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ടാവും.
നമുക്കറിയാലോ അവൾ എന്തിനാ ഇവിടെ വന്നേന്ന്. അങ്ങനെ അവള് നടക്കുന്ന ടൈം അവനും അവളെ പിന്നാലെ തന്നെ പോകുന്നുണ്ടാവേ. സംഭവം ഇവളെ പിന്നാലെ തന്നെ പോകുന്നതായിരിക്കില്ല, രണ്ടാക്കും ഒരു റൂമിലാണല്ലോ പോകേണ്ടത്. ഇവളാണെങ്കിൽ ഇവളെ ഫോളോ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് അവനോട് നിങ്ങൾ വേണമെങ്കിൽ മുന്നിൽ നടന്നോ, എനിക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ടാവേ. അവനാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോറ് തുറക്കുമ്പോഴായിരിക്കും അവള് കാണാൻ വന്ന പിള്ളേരെ അകത്ത് കാണുന്നുണ്ടാവുക. നമ്മളെ ടു ആണെങ്കിൽ ഹായ് സിംഗ് ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടാവേ. നമ്മളെ സിംഗിനാണെങ്കിൽ ഇനി ഒരു വഴിയുമില്ല, കള്ളത്രം പറഞ്ഞതും അതും പൊക്കിയിട്ടുണ്ടാവുമായിരിക്കും. അങ്ങനെ അവരാണെങ്കിൽ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ ഈ ഒരു ടു ആണെങ്കിൽ നമ്മളെ സിംഗിന്റെ ബിസിനസിനെ കൊണ്ട് പറയേ. എന്നിട്ട് ടു ആണെങ്കിൽ പറയൂ, ഹാൻ നിങ്ങളൊരു ഇൻവെസ്റ്റർ അല്ലേ, നിങ്ങൾക്ക് ഇവളെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, അവളാണെങ്കിൽ കുറേ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടിട്ട് പക്ഷേ അവരാരും ഇവളെ ഏറ്റെടുത്തിട്ടില്ല. പിന്നെ ഒരുത്തനുണ്ട്, അവനാണെങ്കിൽ ഇവക്ക് ഓഫർ കൊടുത്തിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ട് നിൽക്കുന്ന അവനെ പോലത്തൊരു ക്രൂക്കഡായിട്ടുള്ള ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ടു ആണെങ്കിൽ സിംഗ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ആ ഒരു ഇൻവെസ്റ്ററും ഇവക്ക് ഓഫർ കൊടുത്താളും നമ്മളെ ഹാനാന്ന് അറിയാണ്ട് അവനെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതായിരിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ സിംഗ് ആണെങ്കിൽ എടിയും മിണ്ടാടി നിൽക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് ടൂവിൻ്റെ കാലിൽ ചവിട്ടുന്നുണ്ടാവേ. അവക്ക് എന്ത് കാര്യം മനസ്സിലാകെ. അങ്ങനെ അവസാനം നമ്മളെ ടു ആണെങ്കിൽ പറയൂ, നിങ്ങൾ രണ്ടാളും എപ്പോഴും കീപ്പ് ഇൻ ടച്ചിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പരസ്പരം ബന്ധപ്പെട്ടൂടെ, അതുകൊണ്ട് സിംഗ് നീ നിന്റെ നമ്പർ അവർ ഹാൻഡിനെ കൊടുക്കുമെന്ന് പറയേ. സിംഗിന് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ ഇവരോട് ഇവന്റെ മുന്നിൽ നിന്ന് വേറൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ സ്കാൻ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സിംഗ് ആണെങ്കിൽ എല്ലാ സാഹചര്യത്തിലും ഒരു പെട്ട അവസ്ഥയിലായിരിക്കും അവിടെ ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെ ആ ഒരു ഫുഡെല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് വരുന്ന ടൈം ഹാൻ ആണെങ്കിൽ ഇവിടെ ടാക്സി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ നിങ്ങളെ കൊണ്ടാക്കണമെന്ന് ചോദിക്കുന്നത് നമ്മളെ സിംഗ് ആണെങ്കിൽ കമാ എന്നുള്ളൊരു അക്ഷരം മിണ്ടാണ്ട് പിള്ളേരെ രണ്ടാളെ കയ്യും പിടിച്ച് വലിച്ചിരുതാ ഇതുപോലെ നടന്നിട്ട് പോകുന്നുണ്ടാവേ. ഇതൊക്കെ നമ്മളെ ലിഞ്ചി ആണെങ്കിൽ നോക്കുന്നുണ്ടാവും. അവൻ കാറിൽ കയറിയിട്ട് നമ്മളെ ചെക്കൻ ഇതുപോലെ ആയിരിക്കും നോക്കുന്നുണ്ടാവും. എന്നിട്ട് ലിഞ്ചി ആണെങ്കിൽ പറയും, ഞാൻ സത്യം പറ നിനക്കാണെങ്കിൽ ആ ഒരു സിംഗിനോട് എന്തോ ഒരു സംഭവമില്ലേ, നിങ്ങൾ രണ്ടാളും പെർഫെക്റ്റ് കപ്പിളാണ്, നിന്റെ കണ്ണിലത്തെ പ്രണയം എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഹാനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടാവേ. ഹാൻ ആണെങ്കിൽ പറയും, നിനക്ക് എൻ്റെ വക ഒരു ബാറ് വേണ്ട, എന്നാൽ പിന്നെ വായു പൂട്ടിയിട്ട് അടങ്ങാട് നിൽക്കുന്നു പറഞ്ഞിട്ട് അവൻ്റെ വായു പൂട്ടിപ്പിക്കുന്നുണ്ടാവും. വീട്ടിലെത്തുന്ന ടൈം ഈ ഒരു ടു പിന്നെയും ആ ഒരു ഹാനെ കൊണ്ട് പറയുന്നുണ്ടാവേ. നമ്മളെ പെണ്ണാണെങ്കിൽ പറയും, എടി മണ്ടി ഞാൻ നിനക്ക് എത്ര സൂചനകൾ തന്ന്, എന്നിട്ട് പിന്നെയും 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 നീ അവൻ്റെ മുന്നിൽ തന്നെ തരം താഴ്ത്തിയില്ലേ, അവനാടി നീ ഇത്ര നേരം കുറ്റം പറഞ്ഞുകൊണ്ട് നിന്ന് ആ ഒരു ഹാൻ എന്ന് പറയേ. നമ്മളെ ടു ആണെങ്കിൽ ഭഗവാനെ എന്നെ കൊണ്ട് എൻ്റെ ഫ്രണ്ടിന് ഇത്ര അവസ്ഥ വന്നല്ലോ എന്നുള്ളൊരു സങ്കടത്തിലായിരിക്കും. അപ്പോൾ അവളാണെങ്കിൽ ചോദിക്കും, സിംഗ് അപ്പൊ നീ എന്നെ ചവിട്ടിക്കൊണ്ട് നിന്നത് ഈ ഒരു കാര്യത്തിനാണോ, എനിക്കെന്താ നിന്നെ മനസ്സിലാക്കാൻ പറ്റാണ്ടുന്നത്, ഞാൻ ഇത്ര പൊട്ടത്തിയാണോ എന്ന് ചോദിക്കുമ്പോൾ സിംഗ് ആണെങ്കിൽ പറയും, നീ പൊട്ടത്തി മാത്രമല്ല നിനക്ക് വിവരമില്ല, എത്ര വർഷമായി നമ്മൾ ഒപ്പരം താമസിക്കുന്നത്, ഒരു സിഗ്നൽ തന്നാൽ മനസ്സിലാക്കാനുള്ള ബുദ്ധി വരെ നിനക്കില്ലേ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടും പരസ്പരം ഓരോന്ന് പറഞ്ഞ് തച്ച് മരിക്കുന്നുണ്ടാവേ. അതിൻ്റെ ഇടയ്ക്ക് കുയിലിയാണെങ്കിൽ പറയും, സാരമല്ല വെട്ടിയേക്ക്, മീൻസ് ഒരു അബദ്ധം ആർക്കായാലും പറ്റുമല്ലോ. അതേ ടൈം നമ്മൾ ടു ആണെങ്കിൽ ചോദിക്കും, നിനക്കായി ഒരു ലിഞ്ചനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നത് കുയിലി ആണെങ്കിൽ ഇല്ല എന്ന് പറയേ. ടു ആണെങ്കിൽ പറയും, അതാ നല്ലത്, അവനെ പോലത്തെ കഴുതാൻ ആർക്കും ഇഷ്ടപ്പെടൂല എന്ന് പറഞ്ഞിട്ട് ടു ആണെങ്കിൽ കുയിലിനോട് നിനക്ക് എങ്ങനത്തെ ചെക്കനെ ഇഷ്ടം എന്ന് ചോദിക്കേ. അതേ ടൈം നമ്മളെ കുയിലി ആണെങ്കിൽ നമ്മളെ ഈ ഇല്ലേ ഈക്ക് എന്തെല്ലാം ക്യാരക്ടറാണെന്നുള്ളത് ആ ക്യാരക്ടർ മൊത്തം പറയുന്നുണ്ടാവേ. അതേ ടൈം ടു ആണെങ്കിൽ പറയും, ഓ നിനക്കിങ്ങനെ ഈനെ പോലത്തെ ചെക്കനെ ആളെ വേണ്ടേന്ന് ചോദിക്കുമ്പോൾ നമ്മളെ കുയിലിന്റെ മുഖം ഒന്ന് വാടുന്നുണ്ടാവും. പിള്ളേർക്ക് രണ്ടാക്കും ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും നമുക്ക് മനസ്സിലാകും ഈ ഒരു കുയിലിക്കാണെങ്കിൽ നമ്മളെ ആരെയും ഈനെ ഇഷ്ടമാണെന്നുള്ള കാര്യം. എല്ലാ പേരും കൊണ്ട് മനുഷ്യന് ഭ്രാന്താവുന്നൊക്കെ ഒരു കാര്യം അറിയാം. നമ്മൾ 2 ദിവസം മുന്നിട്ട് ഒരു ഷോർട്സിന്റെ ഈ ഡ്രാമേന്റെ തന്നെയാണ്, ആ ഷോർട്സിന് 100K ആയി. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല, ഞാൻ എത്ര ഹാപ്പി ആണെന്ന് അറിയാം. അങ്ങനെ നമ്മളെ പിള്ളേർ എല്ലാവരും വർക്ക് ചെയ്യുന്ന ടൈം സൂ ആണെങ്കിൽ വന്നിട്ട് സിംഗിനോട് ഇവരെ ഫിനാൻഷ്യൽ ഇഷ്യൂനെ കൊണ്ട് പറയുന്നുണ്ടാവേ. നമ്മളെ സിംഗിനുമായ ഒരു കാര്യം അറിയാം സൂ, എന്നാലും ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ടാവും. നമ്മളെ പെണ്ണാണെങ്കിൽ അതിനൊക്കെ മാറ്റി വെച്ചിട്ട് പിള്ളേരോടാണെങ്കിൽ ഓരോ പണികൾ കൊടുക്കുന്നുണ്ടാവേ. അവരും ഭയങ്കര ഹാപ്പിയിലായിരിക്കും അവരവരെ പണി ചെയ്യുന്നുണ്ടാവുക. എന്നാലും നമ്മളെ സിംഗിന്റെ മൈൻഡിൽ ഭയങ്കര ടെൻഷൻ ഓടിക്കൊണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും നമ്മളെ ഈ ആണെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. ഇവരെ 2 ജൂനിയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ പെണ്ണിന്റെ പേര് സിയാന്നും ചെക്കൻ്റെ പേര് ഷെങ് എന്നുമാണ്. അപ്പോൾ ഈ ഒരു ഈക്കാണെങ്കിൽ സിയനെയും ഷെങ്ങിനെയും ആണെങ്കിൽ നമ്മളെ സിംഗ് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടാവും. എന്നിട്ട് നമ്മളെ ഈ ആണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഫുഡ് കൊടുത്തിട്ട് അവരോട് കഴിച്ചോന്നെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ തന്നെ ഇരിക്കും. എന്നിട്ട് അവനാണെങ്കിൽ അവൻ്റെ പെണ്ണും ബാക്കിയുള്ള ആൾക്കാരൊക്കെ പണി ചെയ്യുന്നത് ഇതുപോലെ ഹാപ്പിയിൽ നോക്കി നിൽക്കുന്നുണ്ടാവും. കാരണം നമ്മളെ പെണ്ണ് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം സക്സസ് ആവും എന്നുള്ളൊരു വിശ്വാസം നമ്മളെ ചെക്കൻ ഉണ്ടാവുമായിരിക്കും.
പിന്നെ രാത്രി ആകുന്നവരെ നമ്മളെ പെണ്ണാണെങ്കിൽ ഒരേ പണിയായിരിക്കും. ഈ ആണെങ്കിൽ പുറത്ത് വന്നിട്ട് അവൾ പണ്ട് പറഞ്ഞൊരു കാര്യം ആലോചിക്കുന്നുണ്ടാവും. അതായത് നമുക്കാണെങ്കിൽ ഈ ഒരു സിറ്റിയിൽ ജീവിക്കണം, നമുക്കായിട്ട് വീട് വേണം, നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം, അങ്ങനെ ഇങ്ങനെയുള്ള ഓരോ വാഗ്ദാനങ്ങളും നമ്മളെ പെണ്ണാണെങ്കിൽ ഈനോട് പറഞ്ഞിട്ടുണ്ടാവേ. എന്നിട്ട് അവനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കൂ, നിന്റെ ഫ്യൂച്ചർ പ്ലാൻസിൽ ശരിക്കും ഞാൻ ഉണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. കാരണം ഇവളെ 24 മണിക്കൂറും പണിയായിരിക്കും, ഇവനെ വലിയ മൈൻഡൊന്നും ആക്കുന്നുണ്ടാവില്ല. അപ്പോൾ ആർക്കായാലും അങ്ങനത്തൊരു ഡൗട്ട് വരുമല്ലോ. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ പറയും, 4 ദിവസം കൊണ്ട് നമ്മളെ ആനിവേഴ്സറി വരാൻ പോകുന്നതാണ്, നമുക്ക് സെലിബ്രേറ്റ് ചെയ്താലോ എന്ന് ചോദിച്ചിട്ട് അവളെ നോക്കുന്നേരം അവൾ ഉറങ്ങിയിട്ടുണ്ടാവേ. ഓൾറെഡി നമ്മളെ ഈ ആണെങ്കിൽ മൂഡ് ഓഫ് ആണ്. ഇതും കൂടി കാണുമ്പോൾ അവനാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മൾ കുറേ എഫേർട്ട് ഇട്ടിട്ടും ഓപ്പോസിറ്റുള്ള ആൾ എഫേർട്ട് ഇടാത്ത കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കടമില്ലേ. പക്ഷേ അവളെ അവസ്ഥ അങ്ങനെയല്ലല്ലോ, ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണല്ലോ അവളിങ്ങനെ കഷ്ടപ്പെടുന്നത്. അങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ പെണ്ണിൻ്റെ ഓഫീസായിരിക്കും. ഇവരാണെങ്കിൽ ഇപ്പോൾ ഒരു അനലോഗ് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഫുൾ വർക്ക് കംപ്ലീറ്റ് ആയതിൻ്റെ സന്തോഷത്തിലായിരിക്കും ഇവരുണ്ടാവുക. അതേ ടൈം സി ആണെങ്കിൽ ചോദിക്കും, ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആയി, ഇനി നമുക്കൊരു പ്രിൻ്ററിൻ്റെയും കൂടി ആവശ്യമില്ലേ എന്ന് ചോദിക്കുന്നത് നമ്മളെ പെണ്ണാണെങ്കിൽ പറയും, അത് നമ്മളെ എത്രയും പെട്ടെന്ന് സംഘടിപ്പിക്കുക, നിങ്ങളാണെങ്കിൽ വല്ലാണ്ട് ഹാർഡ് വർക്ക് ചെയ്തില്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് 3 ദിവസം ഓഫ് ആണെന്ന് പറഞ്ഞിട്ട് പിള്ളേരെയും ഹാപ്പി ആക്കിയിട്ട് അവരെ വിടുന്നുണ്ടാവേ. എങ്കിലും നമ്മളെ സൂം സിങ്ങും അത്രയ്ക്ക് ഹാപ്പി ആവില്ല. കാരണം ഈ ഒരു സിയ പറഞ്ഞ ആ ഒരു പ്രിന്ററിലെ ആ ഒരു പ്രിന്റർ വാങ്ങാനുള്ള പൈസ ഇവരെ കൈമിൽ ഉണ്ടാവില്ലേ. ഇവരുടെ അടുത്തുള്ള പൈസ മൊത്തം ഓരോന്നിനായിട്ട് തീർന്നിട്ടുണ്ടാവും. അതും കൂടി എഫോർഡ് ചെയ്യാനുള്ള കഴിവ് ഇപ്പോൾ ഇവർക്ക് ഉണ്ടാവില്ല. ഒരു ഇൻവെസ്റ്ററെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നല്ലതായിരിക്കും. അതിൻ്റെ ഒരു ടെൻഷനിലായിരിക്കും പിള്ളേർ രണ്ടാളും ഇരിക്കുന്നുണ്ടാവുക. അതേ ടൈം സൂ ആണെങ്കിൽ ചോദിക്കും, നമുക്കൊരു പ്രിന്റർ റെന്റിലെടുത്താലോ എന്ന് ചോദിക്കുന്നത് നമ്മളെ പെണ്ണാലോചിച്ചിട്ട് റെന്റ് അതിങ്ങനെ റിസ്ക് അല്ലേ ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ പറയും, കുറച്ച് റിസ്ക് ഒക്കെയാണ്, പക്ഷേങ്കിൽ നമ്മൾ ആ ഒരു സംഭവം പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെ കിട്ടാനുള്ള ആ ഒരു എന്താ പറയുക സാധ്യതയും ഭയങ്കര കൂടുതലായിരിക്കും എന്ന് പറയുക. നമ്മളെ പെണ്ണിനും ഒന്ന് ആലോചിക്കുമ്പോൾ അത് ശരിയാണെന്നും തോന്നുന്നുണ്ടാവും. അങ്ങനെ രണ്ടാളും കൂടിയിട്ട് ആ ഒരു പ്രിന്ററിന്റെ കാര്യം നോക്കേണ്ടിയിട്ട് പുറത്തേക്ക് ഓടിപ്പോകുന്ന സമയത്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക. ഞാൻ എപ്പോൾ ചോദിക്കുന്നത് പോലെ ഇവർക്ക് ഇൻവെസ്റ്റേഴ്സിനെ കിട്ടാൻ സാധ്യതയുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമന്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ.